നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന് വീണ്ടും തിരിച്ചടി. ബി അശോകിനെ സ്ഥലം മാറ്റിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. അശോകിനെ കൃഷിവകുപ്പിൽ തന്നെ നിലനിർത്താൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. ബി അശോകന്റെ ഹർജിയിൽ വിശദമായ വാദം പിന്നീട് കേൾക്കുമെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിൽ ആക്രമണം, യുവാവ് അറസ്റ്റിൽ. മുക്കം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം കിഴിശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദിഖാണ് അറസ്റ്റിലായത്. പുലർച്ചെ 2:30 സംഭവം. ഡിവൈഎസ്പിക്കെതിരെ വനിതാ SIയുടെ പരാതി. മലപ്പുറം മുൻ DCRB ആയിരുന്ന ഡിവൈഎസ്പി വി ജയചന്ദ്രനെതിരെയാണ് വനിതാ SI മലപ്പുറം പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിച്ചെന്നാണ് വനിതാ SIയുടെ പരാതി. SIക്കെതിരായ പരാതിയിൽ അന്വേഷണത്തിനിടെ മൊഴിയെടുക്കുന്നതിനിടെ അപമാനിച്ച് സംസാരിച്ചെന്നാണ് പരാതി. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം പോലീസ് അറിയിച്ചു. ചേർത്തലയിൽ KSRTC ബസ്സിടിച്ച് അപകടം, 28 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചേർത്തല ദേശീയപാതയിൽ ഹൈവേ പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം കോയമ്പത്തൂർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. തെളിവുകളോ രേഖകളോ ഇല്ല. സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂരിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് മുൻ MP TN പ്രതാപനാണ് പരാതി നൽകിയത്. സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലേക്ക് വോട്ട് മാറ്റിയത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണെന്നും ശത്യവാങ്മൂലം നൽകിയത് വ്യാജമായിരുന്നുവെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് TN പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസ് അറിയിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി വേണം. നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഭാ കവാടത്തിലാണ് സമരം ഇരിക്കുക. കവാടത്തിൽ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത് MLA സനീഷ് കുമാറും MLA AKM അഷ്റഫുമാണ്. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും വരെ സമരമിരിക്കും എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തൃശൂരിലെ കുന്നംകുളത്തെയും പീച്ചിയിലെയും കസ്റ്റഡി മർദ്ദനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മാത്രമല്ല, ഇതിനെ തുടർന്ന് സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ 2.5 മണിക്കൂറിലധികമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നത്. മാസപ്പടി കേസ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി മാറ്റി. അടുത്ത മാസം 28, 29 തീയതികളിലായി ഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക എന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പുതിയ ബെഞ്ചിന് മുന്നിലാണ് ഹർജി എത്തിയത്. പുതിയ ബെഞ്ചിന് കേസ് പഠിക്കാൻ മതിയായ സമയം വേണം എന്നതിനാലാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. ഒക്ടോബർ 28, 29 തീയതികളിലായി ഉച്ചയ്ക്ക് ശേഷം 3:30 ഹർജിയിൽ വിശദവാദം കേൾക്കുമെന്നാണ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. വാഹന പരിശോധനയ്ക്കിടെ വെടിയുണ്ടകളുമായി 4 പേർ പിടിയിൽ. പാലക്കാട് കൽപ്പാത്തിയിലാണ് സംഭവം. ചുനങ്ങാട് സ്വദേശികളും സഹോദരങ്ങളുമായ രാമൻകുട്ടി, ഉമേഷ്, മണ്ണാർക്കാട് സ്വദേശികളായ റാസിഖ്, അനീഷ് എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ പിടികൂടിയത്. ഉമേഷിന്റെ പോക്കറ്റിൽ നിന്നാണ് റൈഫിൾ ഉപയോഗിക്കുന്ന വെടിയുണ്ട കണ്ടെത്തിയത്. മൃഗവേട്ടയ്ക്ക് വേണ്ടി വെടിയുണ്ടകൾ വാങ്ങിയെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. ആദ്യ വിവാഹത്തിലെ കുഞ്ഞിനെ ഭർത്താവ് പരിഗണിച്ചില്ല. ആത്മഹത്യാക്കുറിപ്പിൽ യുവതി. ഭർത്താവ് അറസ്റ്റിൽ. പാലക്കാട് പുതുപ്പരിയാരത്തെ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പാലക്കാട് പൂച്ചിറ സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനൂപിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 10 29-കാരിയായ മീര എന്ന യുവതി ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നോടും ആദ്യ വിവാഹത്തിലെ തന്റെ കുഞ്ഞിനോടും ഭർത്താവ് അനൂപിന് സ്നേഹവും പരിഗണനയും കുറഞ്ഞെന്ന് മീര ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച ഫേസ്ബുക്ക് കുറിപ്പായി കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ കേസുകൾ ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലല്ലോ എന്ന് രാഹുൽ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ്. അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ
ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ 100-ലധികം കേസുകളിൽ പ്രതിയായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ. അത് രാഷ്ട്രീയ കേസുകളാണ്. അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലല്ലോ. ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നില്ലേ? അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ? അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ MLA മാർ പ്രതികളല്ലേ? അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു.